ആ സമ്പ്രദായത്തിൽ മൂർഖവ ഉപേക്ഷണീയം. അതായത് എല്ലാ ശാസ്ത്രങ്ങളും അറിഞ്ഞ വ്യക്തിയാണെങ്കിലും ശാസ്ത്ര പണ്ഡിതനാണെങ്കിലും സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ സമ്പ്രദായത്തിനെതിരെയാണ് പറയുന്നതെങ്കിൽ ഒരു വ്യക്തി എന്ന് വിചാരിച്ച് ആ വ്യക്തിയെ ഉപേക്ഷിക്കണം എന്നെയാണ് പറയുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? പോട്ടെ, ശാസ്ത്രം എന്ന് വെച്ചാൽ ആത്മീയ ശാസ്ത്രം വേണ്ട, ഒഴിവാക്ക്. ഇപ്പൊ ശ്വേത എന്താ BSc മാത്തമാറ്റിക്സ് അല്ല പഠിച്ചത് അല്ലേ? ഒരു ശ്വേതനെ കാണും അല്ലേ? നിങ്ങള് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു, പ്രായോഗികമാക്കുന്നു. ദിവസം വീട്ടില് പ്രാർത്ഥിക്കാറുണ്ടോ? എല്ലാരും ചേർന്ന് ഇരുന്ന് പ്രാർത്ഥിക്കും, വൈകുന്നേരം വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കും, ചേർന്ന് എല്ലാരും ഒരുമിച്ച് പ്രാർത്ഥിക്കും. അപ്പൊ വീട്ടിലെ എല്ലാരും ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കണം. ഒന്ന്, പ്രാർത്ഥന ഒരു കാരണം കൊണ്ടും മുടക്കാൻ പാടില്ല. എനിക്കിന്ന് മൂടില്ല പ്രാർത്ഥിക്കാൻ, ഒരുപാട് ജോലിയാണ്, തിരക്ക്, പിന്നെ ഒരുപാട് പഠിക്കാനുണ്ട്, പിന്നെ ഇന്ന് ഞാൻ കുളിച്ചിട്ടില്ല, ഇന്ന് എനിക്ക് പനിയാണ്, ഇന്ന് എനിക്ക് പീരിയഡ്സ് ആണ്, അല്ലെങ്കിൽ